വെള്ളത്തിൽ കൂടെ പോയതിന് ശേഷമൊക്കെ സ്പാനർ സിമ്പിൾ MIL കാണിച്ച് വണ്ടി നിൽക്കുന്ന സിറ്റുവേഷനിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ പുറകിൽ ഡിക്കിയിൽ ലെഫ്റ്റ് സൈഡിൽ ഉള്ള കവർ അഴിച്ചു മാറ്റിയതിന് ശേഷം ആ കാണുന്ന റബ്ബർ ബൂട്ടിൻ്റെ താഴെയുള്ള കപ്ലർ മോട്ടോർ കൺട്രോൾ യൂണിറ്റിൽ നിന്ന് അഴിച്ചെടുക്കുക. എൻ്റെ പെരുവിരലിരിക്കുന്ന ഭാഗത്ത് ഉള്ള ഞാനിപ്പോൾ കാണിച്ചില്ലേ, അതുപോലെ അതിൻ്റെ മറു സൈഡിലും പ്രസ് ചെയ്തതിന് ശേഷം വലിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഊരിയെടുക്കാൻ കഴിയും. രണ്ട് സൈഡിലും പ്രസ് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഊരിയെടുക്കാൻ കഴിയും. എന്നിട്ട് അതിനകത്ത് വെള്ളമോ അല്ലെങ്കിൽ ഫംഗസോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലീൻ ആക്കുക. വെള്ളം ഒഴിച്ചിട്ടും ചൂടുവെള്ളം ഒഴിച്ചിട്ടും ക്ലീൻ ആക്കരുത്. WD-40 പോലെയുള്ള സ്പ്രേകളോ അല്ലെങ്കിൽ ഉണങ്ങിയ തുണിയോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം തിരിച്ച് അഴിച്ചെടുത്ത് അതേ പൊസിഷനിൽ തന്നെ തിരിച്ച് ഫിറ്റ് ചെയ്യുക. ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഒരു വശം ചെറിയൊരു കർവും ഒരു സൈഡ് ഷാർപ്പായിട്ടുള്ള കോർണറുമാണ്. അത് അതേപോലെ തന്നെയാണ് ഫിറ്റ് ചെയ്യാനും കഴിയുക. അതൊന്ന് ശ്രദ്ധിച്ചിട്ട് തിരിച്ച് അതേപോലെ ഫിറ്റ് ചെയ്യുക. ഇത് ഇടയ്ക്ക് ചെയ്യുന്നത് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയില്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നിട്ടെങ്കിലും ചെയ്യിക്കുന്നത് നല്ലതാണ്. നമ്മൾ മഴക്കാലത്ത് ഈർപ്പം പിടിച്ചിട്ടൊക്കെ ഫംഗസ് വന്നിട്ട് കംപ്ലൈൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് പറ്റുന്ന ആളുകളൊന്ന് ചെയ്തു കഴിഞ്ഞാൽ അതുപോലെയുള്ള കംപ്ലൈൻറ്റുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ പരമാവധി വെള്ളത്തിലൂടെയൊക്കെ പോകുമ്പോൾ പതുക്കെ പോവുക എന്നതും ചെയ്യാവുന്നതാണ്.